ഫ്ലിപ്കാർട്ടിലെ ഓഫറുകൾ ആരംഭിക്കുകയാണ്. ബിഗ് സേവിംഗ് ഡേയ്സ് 2-ാം തീയതി 1-ാം തീയതി ആയിട്ട് നിങ്ങൾ ആരംഭിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും പെർഫോമൻസ് ഉള്ള, അതായത് നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും പെർഫോമൻസ് ഉള്ള 2 ഫോണുകൾ, 25,000 താഴെയും 20,000 താഴെയും വരുന്ന 2 മികച്ച ഫോണുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പോക്കോ X6 Pro ആൻഡ് പോക്കോ X6. മികച്ച പെർഫോമൻസ് നോക്കുന്നവർക്ക് ഇതിനേക്കാൾ മികച്ച പെർഫോമൻസ് വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആദ്യമായിട്ട് പോക്കോ X6 Pro ഈ ഓഫർ ടൈമിൽ 22,990 ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. 1-ാം തീയതിയാണ് ഇതിന്റെ സെയിൽ ആരംഭിക്കുന്നത്. ഇതിനകത്ത് Dimensity 8300 അൾട്ര എന്ന് പറയുന്ന പ്രോസറാണ്. ഏകദേശം സ്നാപ്ഡ്രാഗൺ 8 Gen 2 ഒരു റേഞ്ചിലേക്ക്, അല്ലെങ്കിൽ 8 Gen 1 മികച്ച പെർഫോമൻസ് തരുന്ന ഒരു പ്രോസറാണ്. സോ ആ ഒരു റേഞ്ച് 30-40 റേഞ്ചിൽ വരുന്ന ഒരു ഫോണുകളിലാണ് ആ പ്രോസറുകൾ കാണുക. ബട്ട് ഇത് 23,000 രൂപ റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പെർഫോമൻസ് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. LPDDR5X RAM UFS 4.0 സ്റ്റോറേജും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 വരുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്, HyperOS. ഓവറോൾ ഡീസന്റ് സെറ്റപ്പ് ആണ്. നല്ല സ്മൂത്ത് ആയിട്ട് ഗെയിം കളിക്കാനും സാധിക്കും. BGMI ഒക്കെ അടിപൊളിയായിട്ട് കളിക്കാം. പിന്നെ ഹീറ്റിംഗ് വരാതിരിക്കാൻ VC കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇതിനകത്ത് പോക്കോയുടെ ഫോണുകളിൽ വെച്ച് തന്നെ ഏറ്റവും വലിപ്പം കൂടിയ കൂളിംഗ് സിസ്റ്റം ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നല്ല പെർഫോമൻസ് ഈ ഫോണിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേയും ഒട്ടും മോശം അല്ല. 6.67 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ 1.5K ഡോൾബി വിഷൻ സപ്പോർട്ടുള്ള ഫുൾ HD ഡിസ്പ്ലേ ആണ്. നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. 1800 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ്. ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, ഡോൾബി അറ്റ്മോസ് സൗണ്ടിന്റെ സപ്പോർട്ട് അടക്കം വരുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേയും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ക്യാമറ നോക്കിയാലും 64 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള ക്യാമറയാണ്. 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സലിന്റെ മാക്രോ സെൻസറും ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ചില സാമ്പിളുകൾ ഇവിടെ കാണാം. ഇതിന്റെ ഡീറ്റെയിൽ അൺബോക്സിംഗ് നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. കണ്ടു നോക്കിക്കോളൂ. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ അവിടെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓഫറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ബാറ്ററി 5000 mAh ആണ് വരുന്നത്. 67 വാട്ടിന്റെയാണ് ഫാസ്റ്റ് ചാർജിങ്. ഡീസന്റ് ബാറ്ററി ലൈഫും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ചാർജിങ്ങും ഓക്കെയാണ്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പോക്കോയിൽ ഫസ്റ്റ് ടൈം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ട് ഒരു ഫോൺ ഇറക്കിയിരിക്കുകയാണ്. അതും നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ NFC 14 5G ബാൻഡുകൾ, Wi-Fi 6, Bluetooth 5.4 എല്ലാ കാര്യങ്ങളും ഉണ്ട്. വിശദമായ വീഡിയോസ് കണ്ടു നോക്കിയിട്ട് ചൂസ് ചെയ്യാം. 8GB RAM 256GB സ്റ്റോറേജും 12GB RAM 512GB സ്റ്റോറേജും വരുന്നുണ്ട്. ഏത് വേണമെന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇത്രയും ഇല്ല, 20,000 താഴെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ പോക്കോ X6 വന്നിട്ട് അടിപൊളി ഓപ്ഷൻ ആണ്. 17,990 ഈ ഒരു ഫോൺ കിട്ടും. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന് പറയുന്ന പ്രോസറാണ് ഇരിക്കുന്നത്. പെർഫോമൻസ് ഒന്നും യാതൊരു ഇഷ്യൂ ഇല്ല. സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒപ്പം തന്നെ HyperOS ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഈ 7S Gen 2 ആൻഡ്രോയിഡ് സ്കോർ 650K മുകളിലാണ് വരുന്നത്. സോ അതായത് അടിപൊളി പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ ഈ ഒരു റേഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസ് കിട്ടും. ഡിസ്പ്ലേ ആണെങ്കിലും 6.67 ഇഞ്ച് വരുന്ന 1.5K AMOLED ഡിസ്പ്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ X6 Proയിൽ പറഞ്ഞ അതേ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സൈഡൊക്കെ വളരെ സ്ലിം ആയ രീതിയിലാണ്, ഒരു ഫുൾ സ്ക്രീൻ അനുഭവം കിട്ടുന്ന തരത്തിലാണ് ഇതിന്റെ ഡിസ്പ്ലേ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് അടക്കം വരുന്നുണ്ട്. സോ മീഡിയ കൺസംഷൻ ഏരിയ ഒക്കെ അടിപൊളിയാണ്. ക്യാമറ ആണെങ്കിൽ 64 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയുണ്ട്. 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. 2 മെഗാപിക്സലിന്റെ മാക്രോ, 16 MP സെൽഫി. നമ്മൾ നേരത്തെ പറഞ്ഞ X6 Proയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും കാണാം. മികച്ച ഇമേജുകളും നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ഫോട്ടോസ് ആണ്. ഇതിൽ OIS-ഉം EIS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഗംഭീര ക്യാമറ സെറ്റപ്പും കൂടിയുള്ള ഫോണാണ്. 5100 mAh ബാറ്ററിയും 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഫോണിലും വരുന്നുണ്ട്. സോ X6 Proയിൽ നിന്ന് നോക്കുമ്പോൾ ഒരുവിധം എല്ലാ ഘടകങ്ങളും ഇവിടെയും കാണാം. പിന്നെ ഇതിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. അതിന്റെ പെർഫോമൻസിലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇതിൽ ഹാർട്ട് റേറ്റ് മോണിറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ 10 5G ബാൻഡ് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.2 വരുന്നുണ്ട്. Wi-Fi 5 ഉണ്ട്. പിന്നെ ഈ ഫോൺ 2 കളറിലാണുള്ളത്. മിറർ ബ്ലാക്ക്, സ്നോ സ്റ്റോം വൈറ്റ്. എന്നാൽ പുതിയൊരു കളർ കൂടി വരുന്നുണ്ട്, സ്കൈലൈൻ ബ്ലൂ എന്ന കളർ. സോ 3 കളർ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. 8GB RAM 256GB സ്റ്റോറേജ്, 12GB RAM 256GB സ്റ്റോറേജ്, 12GB RAM 512GB സ്റ്റോറേജ്. 3 വേരിയന്റുകളിലാണ് ഈ ഫോൺ വരുന്നത്. സോ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. രണ്ടായാലും മികച്ച പെർഫോമൻസ് ഉള്ള ഫോൺ. 25,000 താഴെയും 20,000 താഴെയൊക്കെ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് രണ്ട് ബെസ്റ്റ് ഓഫറിങ്ങുകളാണ് ഈ ഫ്ലിപ്കാർട്ട് ബിഗ് സേവിംഗ് ഡേയ്സിൽ ചൂസ് ചെയ്യാം. സോ പെർഫോമൻസ് നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഫോണുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ചെക്ക് ചെയ്യുക. സോ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.